ഹലോ, വെൽക്കം ടു കുഞ്ഞി അടുക്കള. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നേന്ത്രപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 നേന്ത്രപ്പഴം ഒന്ന് പുഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ ഒരു 3 4 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചുള്ള നേന്ത്രപ്പഴം എടുക്കണം. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് വലിയതാണെങ്കിൽ ഒരു 2 നേന്ത്രപ്പഴം മതി, ചെറുതാണെങ്കിൽ ഒരു 3 നേന്ത്രപ്പഴം എടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഞാനിത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ആ കറുത്ത നാരുണ്ടല്ലോ അതൊന്ന് എടുത്ത് കളയാം കേട്ടോ. അപ്പൊ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിതിന്റെ കറുത്ത ആ അരിയെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നന്നായിട്ട് അരച്ച പഴം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ അരച്ച പഴം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ എടുക്കുന്ന പഴത്തിന്റെ അനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ പഴത്തിന്റെ ആ നനവ് കൊണ്ട് നമുക്ക് ഈ അരിപ്പൊടി കുഴച്ചെടുക്കണം. അപ്പൊ ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ട് കുഴച്ച് നോക്കിയിട്ട് പിന്നീട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് കുഴച്ചെടുക്കണ്ട കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ്. അപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ ആ ഒരു പാകത്തിന്. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ എടുക്കുന്ന മാവിനനുസരിച്ചുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തൊന്ന് ഉണ്ട പിടിക്കാം. ഇതേപോലെ ഒന്ന് കുഴി പോലൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പൊ മേളിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള ആ മാവുണ്ടല്ലോ അതൊന്ന് മാറ്റിയാൽ മതി. ഇനി നമുക്കിത് നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ നമ്മളുടെ കൊഴുക്കട്ട വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. അപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്